നാട്ടിലെത്തി നമ്മുടെ ആദ്യത്തെ ഫിഷിംഗ് വീഡിയോ ഇന്നലെ ചൊവ്വാഴ്ച വന്നിട്ടുണ്ട്. അടുത്ത ഫിഷിംഗ് വീഡിയോ വെറൈറ്റി ആയിട്ടുള്ള ഫിഷിംഗ് വീഡിയോ വരണമെങ്കിൽ അമൽ സഹായിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമലിൻ്റെ ഗ്യാരേജിലാണ് നമ്മുടെ ബോട്ട് കിടക്കുന്നത്. ബോട്ടിൻ്റെ പണി നമ്മൾ അന്നൊരു ഫസ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ഇട്ടായിരുന്നു. ബോട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ എസ്റ്റീമിൻ്റെ അപ്ഡേറ്റും ബോട്ടിൻ്റെ അപ്ഡേറ്റും ഞങ്ങൾ ഫുള്ള് പറഞ്ഞുതരാം. പ്രത്യേകിച്ച് കട്ടൊന്നുമില്ല, ഫുള്ള് നടന്ന് വാക്ക് അറൗണ്ട് ചെയ്ത് ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും എസ്റ്റീമിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ നമുക്ക് എസ്റ്റീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എസ്റ്റീമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എസ്റ്റീം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടല്ലോ, എസ്റ്റീമിൽ നമ്മൾ ഇനി നമുക്ക് വരേണ്ട മേജറായിട്ടുള്ള അപ്ഡേറ്റ്സ് ക്ലച്ചാണ്. ലെവൽ സ്റ്റേജ് 3 ഒരു ക്ലച്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് UK നിന്ന് വരണം. എസ്റ്റീമിൻ്റെ തന്നെ ക്ലച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതിന് ഏകദേശം 7-8 ദിവസമാണല്ലേ നമ്മളെ സമയം പറഞ്ഞിരിക്കുന്നത്. 7 ദിവസം കൊണ്ട് നമ്മുടെ ക്ലച്ച് വരും. ക്ലച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി, ഇപ്പോൾ ഞങ്ങൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, പക്ഷേ നമുക്കിപ്പോൾ ലാഗിങ് ആയിട്ടുള്ള സാധനം ക്ലച്ചാണ്. ക്ലച്ച് സ്ലിപ്പ് ആവുകയാണ്. സെക്കൻഡ് അവിടെ എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ലിപ്പ് ആകുന്ന എവിടെയാണ്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആയിട്ട് ഉള്ള ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ അതാണ് നമ്മുടെ എസ്റ്റീമിൻ്റെ നെക്സ്റ്റ് പെർഫോമൻസ് ബേസ് ആയിട്ടുള്ള നമ്മുടെ അപ്ഡേഷൻ. ബാക്കി എല്ലാ പണിയും തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോമേഴ്സിൻ്റെ തീമിലുള്ള ഒരു കളർ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ റീസെൻ്റ്ലി ചെയ്തിരിക്കുന്ന നമ്മുടെ എൻജിൻ റൂമിൻ്റെ അപ്ഡേറ്റ്. അതായത് നമ്മുടെ എൻജിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ബ്ലൂ ആൻഡ് റെഡ് തീമിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ബ്ലൂ ആൻഡ് റെഡ് തീം നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അത് തന്നെ നമ്മൾ നമ്മുടെ ഹൂഡിലും കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, അടിപൊളി പെയിൻറ്റിങ് ആണ് അമലേ. ഇത് അമലിൻ്റെ ഐഡിയ ആണ് ആ പെയിൻറ്റിങ് എന്നുള്ളത്. അതെന്താണേലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ഇത് നമ്മുടെ എൻജിൻ റൂം തുറക്കുമ്പോൾ തന്നെ വണ്ടി ഭയങ്കര രസമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് എന്തിനാണ് വെച്ചിരിക്കുന്നതല്ലേ, അതൊക്കെ ഫുൾ ഈ വീഡിയോ ആണെങ്കിലും പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ എൻജിൻ റൂമിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ. ഇത് കണ്ടല്ലോ. ഈ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം റോഡിൽ ഓടിക്കാൻ പറ്റത്തില്ല. ഇത് റോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഇല്ലീഗലാണ്. കാര്യം നമ്മൾ ഇതിനകത്ത് ടർബോ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ടർബോ റിമൂവ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ടർബോ റിമൂവ് ചെയ്യാനായിട്ട് എത്ര സമയം വേണം? ഒരു ദിവസം മാക്സിമം ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നമുക്ക് ചെയ്യാൻ പറ്റുമോ? 3 മണിക്കൂറുള്ള ടർബോ റിമൂവ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഇൻ കേസ് ഈ വണ്ടി റോഡിൽ ഓടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ടർബോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്റ്റോക്ക് ആകും കേട്ടോ. അതല്ല നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ടയേഴ്സ് നോക്കുവാണെങ്കിൽ തന്നെ ടയേഴ്സ് എല്ലാം കമ്പനി പറയുന്ന സ്പെസിഫിക്കേഷനുള്ള ടയേഴ്സാണ്. ഇതിനകത്ത് നമ്മൾ അഡീഷണലി ചെയ്തിരിക്കുന്ന ടർബോ ഇൻ്റർകൂളറാണ്. ഇത് നമുക്ക് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കംപ്ലീറ്റ്ലി സ്റ്റോക്കാണ്. റോഡിൽ ഓടിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഴിച്ച് മാറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ട്രാക്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലും മാത്രം ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതർവൈസ് ഇത് ഓടിക്കുന്നത് ഇല്ലീഗലാണ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഈ ഒരു വണ്ടി റോഡിൽ കാണുവാണെങ്കിൽ, ഇതല്ലാതെ ഫ്യൂച്ചറിൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വണ്ടിയുടെ ബോണറ്റ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ടർബോ കാണത്തില്ല, സ്റ്റോക്കായിട്ടായിരിക്കും നമ്മൾ ഓടിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ടർബോ ഉണ്ടെങ്കിൽ ഇത് എപ്പോഴും ട്രാക്കിലായിരിക്കും കേട്ടോ. അതല്ല നമ്മൾ വണ്ടിയിൽ മോഡിഫിക്കേഷൻ, വണ്ടിയുടെ പുറമേ വരുന്ന രൂപത്തിലോ ഒന്നും ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ എല്ലാം കമ്പനി സ്പെക്ക് തന്നെയാണ് കേട്ടോ. ട്രാക്കിൽ ഓടിക്കുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ ടയേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റും. ഇനിയിപ്പോൾ നമുക്ക് ബോട്ടിൻ്റെ നമ്മുടെ മേജർ നാട്ടിൽ എല്ലായിടത്തും മഴയൊക്കെ എല്ലായിടത്തും മഴയൊക്കെ പെയ്ത് ആറ്റിലൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുവാണ്. ബോട്ടിലുള്ള നമ്മുടെ ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരും. അതിന് നമുക്ക് ബോട്ടിൽ മേജറായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ചെയ്യാനായിട്ടുണ്ട്. അതിന് നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് തുടങ്ങാം അല്ലേ? നമ്മളൊരു ഓൾറെഡി നമ്മുടെ സ്റ്റീരിയോ, നമ്മുടെ ബോട്ടിൽ ഓൾറെഡി ഒരു സ്റ്റീരിയോ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്റ്റീരിയോ പോയി, അടിച്ചുപോയി, വെള്ളം കയറിപ്പോയി. അപ്പം ഇത് ശരിക്കും ആ ഒരു സ്റ്റീരിയോ നമ്മൾ മറൈൻ ക്വാളിറ്റി UK നിന്ന് കൊണ്ടുവന്നതാണ്. സെയിം സാധനമാണ് ഇതും, സ്ക്വയർ ഷേപ്പാന്നേ ഉള്ളൂ. മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഒരു പ്രീമിയം, ഒരു കാണാനൊരു രസമുണ്ട്. ബട്ടൺസ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടി ഭംഗിയുണ്ട്. പിന്നെ അത്യാവശ്യം രസമുള്ളൊരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ബോട്ടിൽ സ്റ്റീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പനി വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ പറഞ്ഞ് തരുന്ന സാധനമാണെങ്കിൽ പോലും നമ്മളത് സീൽ ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മുടേത് വാട്ടർ പ്രൂഫ് ആയിരുന്നു, പക്ഷേ അത് വെള്ളം കയറി അടിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ വരുന്ന ഹോൾസ് ഇവിടെ എല്ലാം പക്കാ നീറ്റാണ് കേട്ടോ. ഇവിടെ ഒന്നും ബാക്കിയെല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ ഒരു ഗ്യാപ്പ് ഇത് ഇവിടെ ഞാൻ കാണിച്ചു തരാം. കേട്ടോ, ഈ ഒരു ഗ്യാപ്പ് സീലൻ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെക്കുന്നത് അല്ലേ അവരെ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റ്. കാരണം നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോകുമ്പോഴേക്കും പാട്ടൊക്കെ ഇട്ട് ബോട്ടേ പോകാം. രസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ കുറേ ഇതുമ്പോഴേക്ക് ഇറങ്ങി നടന്നതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ബോട്ടിൽ നമ്മൾ 2 നാവിഗേഷണൽ ലൈറ്റ്സ്, ഒരെണ്ണം ഗ്രീനും ഒരെണ്ണം റെഡും. ഇത് ശരിക്കും നമ്മുടെ ബോട്ടിൽ എപ്പോഴും വേണ്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ബോട്ട് ഡോക്ക് ചെയ്തിട്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ രാത്രിയിൽ ഓപ്പോസിറ്റ് വരുന്ന വെസലിന് നമ്മുടെ ബോട്ട് കാണാനായിട്ടും നമ്മുടെ ബോട്ട് ഏത് ദിശയിലായിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ടും ഈ നാവിഗേഷണൽ ലൈറ്റ്സ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ അതിന് നമ്മൾ 2 മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത വരുന്ന അപ്ഡേറ്റ്, എക്സ്ട്രാ നമ്മൾ നമ്മുടെ ബോട്ടിൽ കുറേ സംഭവങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്വിച്ച് 4-5 സ്വിച്ചും കൂടെ എക്സ്ട്രാ മേടിച്ചു. ഇത് നമ്മളിപ്പോൾ വെച്ചേക്കുന്ന കൂട്ടല്ല, കാണാൻ മേലാത്ത സ്ഥലത്തായിരിക്കും ഈ ഒരു സ്വിച്ച് വരുന്നത്. പിന്നെ വരുന്ന നമ്മുടെ അപ്ഡേറ്റ് നമ്മൾ മേജറായിട്ട് വരുന്നത് സ്പീക്കേഴ്സ്.
ഞങ്ങൾ ചുമ്മാ ഞാനും നമ്മൾ സംസാരിച്ചുകൊണ്ടിപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബോട്ടിൽ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം ചെയ്താലോ എന്ന് വിചാരിച്ചു. അന്ന് തന്നെ അത് നമ്മുടെ ലിസ്റ്റിലുള്ള സാധനമല്ല. അന്ന് തന്നെ പോയി ഞങ്ങളൊരു ബാസ് ട്യൂബ് കയറ്റി 2 സ്പീക്കർ കയറ്റി. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര മൂഡ്, പാട്ടൊക്കെ നമ്മൾ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളിപ്പോൾ നമ്മുടെ ബേസ് ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്പീക്കറും കൂടെ ഞങ്ങൾ എക്സ്ട്രാ എടുത്തു. അപ്പം ഇതാണ് നമ്മൾ 2 ഇതും എല്ലാം വാട്ടർ പ്രൂഫാണ് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്പീക്കേഴ്സാണ്. സ്പീക്കർ നമ്മുടെ വാട്ടർ പ്രൂഫ് കുഴപ്പമില്ലായിരുന്നു അല്ലേ, നമ്മുടെ സ്റ്റീരിയോ ആണ് പോയത്. അപ്പോൾ നമ്മൾ 2 വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഇതെല്ലാം സോൾട്ട് വാട്ടർ പ്രൂഫാണ് കേട്ടോ. 2 മേടിച്ചിട്ടുണ്ട്. ടോട്ടൽ നമ്മുടെ അതിൽ 4 സ്പീക്കേഴ്സ് വരും. പിന്നെ വരുന്ന അപ്ഡേറ്റ് ലൈറ്റ്സ്. നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ ഉള്ളത് 2 ലൈറ്റാണുള്ളത്. അത് 12 LED-യുടെ 2 ലൈറ്റ്. അതിന് പകരം നമ്മൾ 24 LED-യുടെ 4 ലൈറ്റ്സും കൂടെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഈ ലൈറ്റ് എനിക്ക് തോന്നുന്നത് ബ്ലൂ കളറാണ് അല്ലേ? നമ്മളെ ഒന്ന് കത്തിച്ച് കാണിച്ചാലോ. ലൈറ്റ്സിൻ്റെ കാര്യം പറയുമ്പോഴേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, ഫുള്ള് ലൈറ്റ്സിൻ്റെ അപ്ഡേറ്റ് പറയാം. കാരണം ബോട്ടിൽ നമ്മൾ ഫുള്ള് ലൈറ്റപ്പ് ചെയ്യണം. അതായത് അണ്ടർ വാട്ടർ നമ്മൾ ഫുള്ള് ലൈറ്റപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഈ പുറത്തെ ബോട്ടുകളൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം. അതിന് നമ്മൾ എക്സ്ട്രാ വേറെ 2 ലൈറ്റ് കൂടെ കൊണ്ടുവരുന്നത് കണ്ടോ. ഇത് കുറച്ചും കൂടെ ഹെവിയാണ്. ഈ ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടല്ലോ, ഇത് ഭയങ്കര ഹെവി ലൈറ്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈറ്റ്സിൻ്റെ കളേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മൾട്ടി കളറാണ്. അതിൻ്റെ 16 മില്യൺ കളേഴ്സ് നമുക്ക് അതൊന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് കത്തിച്ച് കാണിക്കാം. ഇത് ബ്ലൂ ആണ്. ഇതുപോലത്തെ 4 ലൈറ്റ്. അപ്പോൾ ഇത് വെള്ളത്തിനടിയിൽ വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര രസമായിരിക്കും. ഇനിയുള്ള അടുത്ത നമ്മുടെ ലൈറ്റ്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലൈറ്റ്സ് ആഡ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം വിഷ്വലി ഒരു ഭംഗി. നമ്മൾ ഈ പുറത്തെ ബോട്ടുകളൊക്കെ നോക്കുവാണെങ്കിൽ വെള്ളത്തിൽ രാത്രിയിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്കും വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. രണ്ടാമത് വരുന്നത് ഈ വൈറ്റ് ലൈറ്റ്. ഈ വൈറ്റ് ലൈറ്റ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അത് യൂസ്ഫുൾ ആണെന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു തന്ന ആൾ അമലാണ്. കാര്യം ഞങ്ങളൊരു ദിവസം ഫിഷിങ്ങിന് പോയപ്പോഴേക്കും അമലിൻ്റെ ഫോൺ വെള്ളത്തിൽ പോയി. ഞങ്ങൾ രാത്രിയിലായിരുന്നു, നൈറ്റ് ഫിഷിംഗ് ആയിരുന്നു. ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഏകദേശം എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇത്രയും വെള്ളം ഉണ്ടാവും അല്ലേ, ഇത്രയും വെള്ളവും അതിൻ്റെ താഴോട്ട് ചെളിയായിരുന്നു. അപ്പം നമ്മുടെ ബോട്ടിൽ ഓൾറെഡി 2 ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ കുറേ തപ്പി. അതുകൊണ്ട് നമ്മൾ സ്പോട്ട് ചെയ്തു, കാണാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു കുറച്ചും കൂടെ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ പറ്റുമായിരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ലൈറ്റ് ആഡ് ചെയ്യുന്നത്. ഇത് നല്ല രസമുള്ള ലൈറ്റാണ് കേട്ടോ. ഇതിന് റിമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വീഡിയോ കാണാനായിട്ട് വേറെ എന്തോ ഒരു വൈബ്. പക്ഷേ വെട്ടം കൂടിയിട്ടാണ് തോന്നുന്നത്. എന്നാൽ കുറച്ച് നേരമായിട്ട് നോക്കിയിരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിത് ജസ്റ്റ് അത് തൽക്കാലം ഓഫ് ചെയ്ത് വെക്കുവാണ്. അത് നമുക്ക് കളർ ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലൈറ്റാണ്. അപ്പോൾ അതിന് റിമോട്ടൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇത്രയും കളേഴ്സ് നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യാണ്ട് പറ്റും. ഇനി മേജർ ബോട്ടിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് പോകാം അല്ലേ അമലെ? അമൽ തന്നെ പറഞ്ഞു തരുമല്ല. ഈ സൈഡിൽ കൂടെ പോയാലോ? ആണോ? ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ കളറ് വരുന്നത്. ഈ ഒരു കളറിലാണ് നമ്മുടെ ബോട്ട് ചെയ്ത്. ഞങ്ങൾ കുറേ ആലോചിച്ചാണ് ഈ ഒരു കളർ കണ്ടുപിടിച്ചത്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു കോട്ട് അടിച്ചിട്ടേ ഉള്ളൂ. ഇത് ഫിനിഷ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ പുട്ടിയിട്ട് ചില ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് പുട്ടിയിട്ട് ലെവൽ ചെയ്ത് ഇതിൻ്റെ മേളിൽ പെയിൻ്റ് അടിച്ച് അതിൻ്റെ മേളിൽ ക്ലിയർ വരാനുള്ളതാണ്. ഈ ഒരു കളർ നമ്മൾ ചൂസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് ഓൾറെഡി റെഡായിരുന്നു. അപ്പോൾ റെഡ് വെള്ളത്തിൽ കൂടെ പോകുമ്പോഴേക്കും ഭയങ്കര ഡള്ളാണ്. അതുപോലെ തന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഇങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സ് എന്തെങ്കിലും വെള്ളത്തിൽ കിടന്ന് കഴിയുമ്പോഴേക്കും ഭയങ്കര ഗ്ലോ നമുക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ യൂസ് ചെയ്ത്. പിന്നെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ സീറ്റ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതൊരു മേജർ അപ്ഡേറ്റ്സ് ആണ് നമ്മളല്ലേ. നമ്മുടെ ബോട്ടിൽ ഇതിന് മുമ്പ് ഇരുന്ന സീറ്റ് ഈ സീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സുഖമില്ലാത്ത സീറ്റായിരുന്നു. അപ്പോൾ നമ്മൾ സീറ്റ്സ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഞാൻ ശരിക്കും പറഞ്ഞ് ഈ സീറ്റ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. നമ്മൾ ഇതിനകത്തൊരു പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കാണിച്ചല്ലേ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല, ജസ്റ്റ് ഞങ്ങൾ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഈ സീറ്റ്സിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് ഫസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ബോട്ടിങ് ഒക്കെ പോയി ഏതെങ്കിലും കായലിന് അടുക്കൊക്കെ ഇരിക്കുവാണ്, നമുക്ക് എല്ലാവർക്കും പുറകിൽ 2 പേരുണ്ട്, ചുമ്മാ തിരിഞ്ഞിരിക്കണം. നമുക്ക് സീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നേരെ തിരിക്കാനായിട്ട് പറ്റും. ഏത് ഡയറക്ഷനിലോട്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് നേരെ ഓപ്പോസിറ്റ് തിരിച്ചിടാം. അതുപോലെ തന്നെ അത് തന്നെ അവളൊന്ന് കറക്റ്റായിട്ട് കാണിച്ചിരുന്നുണ്ടല്ലോ. നമുക്ക് നേരെ അങ്ങോട്ട് തിരിച്ചിരുത്തി മീൻ പിടിക്കാൻ പറ്റും. ഇപ്പോൾ ഈ സൈഡിലിരിക്കുന്ന ആൾക്കാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇങ്ങോട്ട് ഇതിപ്പോൾ ചുമ്മാ വെച്ചിട്ടോളെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിച്ചിടുവാണെങ്കിൽ നേരെ ബോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാലൊക്കെ ഇട്ടിരുന്ന് മീൻ പിടിക്കാൻ പറ്റും. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക്. പിന്നെ നമ്മുടെ സീറ്റ് റിക്ലൈൻ ചെയ്യാൻ സീറ്റാണ്. ഇപ്പോൾ നമ്മൾ ഫുള്ള് താത്തിയിട്ട് ഇപ്പോൾ അമൽ ഇരിക്കുന്ന പോലെ ഇട്ടിട്ട് ഫുള്ള് റിക്ലൈൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ സംഭവം ഇതുണ്ടോ, ഇതിലേക്ക് വരാം. ഈ സീറ്റിൽ ശരിക്കും ഒരാൾക്ക് കിടക്കാനായിട്ട് വരും, പക്ഷേ നേരത്തെ പറ്റത്തില്ലായിരുന്നു. ആ സീറ്റ് തടഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കിത് ആക്ച്വലി ഈ സീറ്റ് ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഫുള്ള് താത്തി കഴിഞ്ഞാൽ ഈ സീറ്റ് തല വെച്ച് നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ സുഖമായിട്ട് കിടക്കുകയും ചെയ്യാം. നൈറ്റ് ക്യാമ്പ് ചെയ്ത് മീൻ പിടിക്കാൻ പോകുമ്പോഴേക്കും ഞങ്ങളൊരു ദിവസം പോയതാണ്, അമലുമായിട്ട് പോയതാണ് കേട്ടോ.
അന്ന് ഞങ്ങൾക്ക് ഉദ്ദേശിച്ച ആശയങ്ങളാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്ലോർ അപ്ഡേറ്റ് ചെയ്യുവാണ്. നമ്മുടെ ഫ്ലോർ ഇപ്പോൾ വരുന്ന ഇതുണ്ടല്ലോ, ഇതെന്നാ മെറ്റീരിയൽ, ഇതെന്നാ മെറ്റീരിയൽ നിറത്തില്ല, പക്ഷേ എന്തായാലും തടി പോലത്തെ ഒരു മൾട്ടിവുഡ് പോലത്തെ മെറ്റീരിയലാണ്. നമ്മൾ അതിൻ്റെ മേളിൽ ഫുള്ള് ഡെക്കിൽ ഒട്ടിക്കുന്ന ബോട്ട്, ഒറിജിനൽ ബോട്ടിൻ്റെ ഡെക്കിൽ ഒട്ടിക്കുന്ന സാധനങ്ങൾ ഒരു മാറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റായിരിക്കും ഇതിൻ്റെ അടിയിലും അതുപോലെ ഈ ഒരു സ്പേസിലും വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന അപ്ഡേറ്റ് എന്താ, അത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഒയ്യോ, റോഡ് ഹോൾഡർ അതൊരു മേജർ സാധനം. നമ്മൾ ഇതിനു മുമ്പ് ഇരുന്ന റോഡ് ഹോൾഡർ പ്ലാസ്റ്റിക് ആയിരുന്നേ. പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് നമ്മളിട്ട് ട്രോൾ ചെയ്യുമ്പോഴേക്കും പ്ലാസ്റ്റിക് വളഞ്ഞു പോയായിരുന്നു, ഇവിടുന്ന് പൊങ്ങിയും പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനൊരു വലിയ ക്വാളിറ്റി ഇല്ലായിരുന്നു. ഞാൻ തന്നെ മേടിച്ച സാധനമാണ്, ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു. നമ്മൾ നേരെ പ്രോപ്പർ ഫിഷിംഗ് റോഡ് ഹോൾഡർ മേടിച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇതിങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതുപോലത്തെ 4 എണ്ണം അല്ലേ, 2 സൈഡിലും 2 എണ്ണം വെച്ച് 4 എണ്ണം നമുക്ക് ധാരാളമാണ്. 4 എണ്ണം. പിന്നെ ലൈറ്റ്സ് വരുന്ന എല്ലാം ബാക്കിലായിരിക്കും. പിന്നെ വേറെ എന്താ നമ്മൾ ചെയ്യുന്നത്, അത്രയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ നമ്മൾ എക്സ്ട്രാ ഇതിനകത്ത് ഒരു ബിൽജ് പമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിൽജ് പമ്പിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന വീഡിയോ പുറകെ വരും അല്ലേ? നമ്മൾ ഈ ഇത് ഏകദേശം എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്യും? മാക്സിമം 15 ദിവസം കൊണ്ട് ഈ ഒരു ബോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മുടെ ഈ ഒരു ചാനലിലും വരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട്, ഇതിൽ വരുന്ന അപ്ഡേറ്റ്സ് കാണാനായിട്ട് ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബോട്ടിൻ്റെ അപ്ഡേറ്റ് അല്ലേ? താങ്ക് യു സോ മച്ച്. ബാക്കി വീഡിയോ പുറകെ വരുന്നതാണ്.